പോലീസിനെ സംബന്ധിച്ച് ഈ രാത്രി ഏറെ നിർണായകമാണ്. ഇന്നലെ രാത്രി ഇയാൾ അപ്പോൾ എന്തൊരു കൊടും ക്രിമിനലാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന പൂഴിവാരിയിട്ടാൽ താഴെ വീഴാത്ത അത്ര എണ്ണം പോലീസുകാർ, നാട്ടുകാർ ഒക്കെ ഈ പറയുന്ന മണിക്കൂറുകളൊക്കെ രാപ്പകലില്ലാതെ അവിടെ സെർച്ച് നടത്തുമ്പോഴും ഇയാൾക്ക് ആ മേഖലയിൽ തുടരാൻ കഴിഞ്ഞെങ്കിൽ ഇയാൾ എത്ര വലിയ കുറ്റവാളിയാണ് സൂരജ്. തീർച്ചയായും ഹാഷ്മി, അതായത് ഇത് പ്രതി ഈ മേഖലയിലേക്ക് പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നില്ല ഹാഷ്മി. അതായത് ഇവരുടെ വീടിരിക്കുന്ന മലയുടെ ഭാഗമല്ല ഇത് നേരെ എതിർവശമാണ്. അതായത് ഇവരുടെ ഈ വീടിരിക്കുന്ന ഭാഗത്ത്, അതുപോലെ തന്നെ തറവാട് വീടിന് പുറകുവശം ആ മലയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഓടിക്കയറിയത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് നേരെ എതിർവശമാണ്. അതായത് ഈ പോത്തുണ്ടി ജംഗ്ഷൻ കഴിഞ്ഞ് അതിന്റെ എതിർവശത്ത് വരുന്ന ഒരു മലയാണ്. സ്വാഭാവികമായും ഈ മേഖലയിലേക്ക് ഇയാൾ ഇത്രമാത്രം ദൂരം ഇയാൾ എത്തുമെന്ന് ഒരിക്കൽ പോലും കരുതില്ല. കാരണം നാട്ടുകാരടക്കം ഈ മേഖലയിൽ ഒരു തിരച്ചിൽ നടത്തിയ മേഖല പോലും അല്ല. അതാണ് ഈ നാട്ടുകാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവരാരും ഒരു തിരച്ചിൽ നടത്തിയ മേഖല പോലും അല്ല. അങ്ങനെ ഇയാൾ ഒരിക്കലും ഈ മേഖലയിലേക്ക് വരും എന്ന് കരുതുന്ന ഒരു സ്ഥലത്തല്ല ഇപ്പോൾ ഇയാളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് എത്രത്തോളം പ്ലാൻ ചെയ്താണ് ഈ മർഡർ ഈ ചെന്താമര നടപ്പാക്കിയത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കാരണം വീടിന് തൊട്ടടുത്തുള്ള മല കഴിഞ്ഞ തവണ ഒളിത്താവളമാക്കി. സ്വാഭാവികമായും പോലീസ് അങ്ങോട്ടേക്കായിരിക്കും ഇക്കുറിയും എത്താനുള്ള ഒരു സാധ്യത. ആ സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഇടം മാറ്റിപ്പിടിക്കുന്നു. ചിന്താവര കൃത്യമായി സ്ഥലം മാറ്റുന്നു. അത് മാത്രമല്ല സൂരജ് ഇയാൾ കൊലപാതകം നടത്തിയതിനു ശേഷം ആ കുളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കുളിക്കുന്നുണ്ട് കൃത്യമായി. അതുപോലെ തന്നെ ഈ പോലീസ് നായ ഓടി ആ കുളത്തിനവിടെ നിന്നു. സ്കൂബ സംഘം പാവങ്ങൾ ആ കുളത്തിലിറങ്ങി പരിശോധിച്ചു. 1. 2, പോലീസെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ ഒരു പാതി വിഷക്കപ്പ് വീട്ടിലിട്ടു എന്ന് പറഞ്ഞാൽ വിഷം കഴിച്ച് എവിടെയോ ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന പ്രതീതി ഉണ്ടാക്കാൻ അതും ഉണ്ടായില്ല. സൂരജ് ഇപ്പോൾ വരുന്ന വിവരം ചെന്താമരയെ കണ്ടത് കുട്ടികളാണെന്നും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയ കുട്ടികളുടെ സംഘമാണ് ചെന്താമരയെ കണ്ടതെന്നും പറയുന്നു. പോലീസ് സംഘം വന്നതിന് ശേഷം കൂടുതൽ അകത്തേക്ക് പോകും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ അഖില പോലീസിനോട് പോയി പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ കാണിക്കുന്ന താല്പര്യമെങ്കിലും അന്ന് പോലീസ് കാണിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഈ കൊടും കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. മറ്റൊരു കാര്യം, നിഖിൽ, കൂടുതൽ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? കൂടുതൽ വെളിച്ച സംവിധാനം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? രാത്രി അത് ചെന്താമരയാണെങ്കിൽ അയാൾ ഇന്ന് രാത്രി എവിടെ ഒളിച്ചാലും ഈ രാത്രി പൊക്കാൻ സകല സംവിധാനവും സജ്ജമാണോ സൂരജ്? ഹാഷ്മി, തീർച്ചയായും അതിന് സജ്ജമായി തന്നെയാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. കൂടുതൽ പോലീസുകാരെ ഈ മേഖലയിലേക്ക് വിന്യസിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ വലിയ തിരച്ചിൽ ഈ മേഖലയിൽ നടത്തുന്നു. ആലത്തൂർ ഡിവൈഎസ്പി എല്ലാം ഇതിനോടകം തന്നെ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറെ പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി, ഇതിൽ ആലത്തൂർ ഡിവൈഎസ്പി നമ്മളോട് സംസാരിച്ചതാണ്. അദ്ദേഹം നമ്മളുമായി സംസാരിച്ച പ്രതികരണം വന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായി പോലീസുകാരാണ് ഇത് ആദ്യം കാണുന്നത്. ഇവിടുത്തെ ഒരു കോഴി ഫാമിന് സമീപത്ത് വെച്ച് ചെന്താമരയെ കണ്ടു. അതിനുശേഷം ഈ കൂട്ടത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി അടക്കമുള്ളവരാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ചെന്താമരയുടെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലൈവിൽ ഇടൂ. ഇന്ന് എന്താണ് ആ ന്യൂസ് കേൾക്കുന്നത്, എനിക്ക് പോലും ഇയാളെ കണ്ടാൽ അറിയില്ല. ഒരു പ്രേക്ഷകൻ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച് വന്നിട്ടാണ് ആ കോഴി ഫാമിന്റെ അവിടെ, അതായത് ആദ്യം CCTV ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അങ്ങനെ ഇതേപോലെ ഷേപ്പുള്ള ഒരാൾ നടന്നു പോകുന്നതായിട്ട് കണ്ടിരുന്നു പറഞ്ഞാണ് ഇവർ അന്വേഷിച്ച് കോഴി ഫാമിന്റെ അവിടെ എത്തിയത്. അപ്പൊ അവിടെ നിന്ന് ഒരാൾ ഇവർ പോകുന്ന സമയത്ത് ഓടിപ്പോയി. അപ്പൊ ഇത് പുറകെ പോയപ്പോ നാട്ടുകാരൊക്കെ ഓടി വന്നതാണ്. അപ്പൊ അത് അയാളാണെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വന്നത്. പോലീസുകാർ നമ്മളെ വിളിച്ചത് പെട്ടെന്ന് ഉള്ള മെന്നുമായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഈ മേഖലയിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരിക്കും. ആ കുട്ടികൾ കളിച്ചുകൊണ്ട് പോലീസ് ഓടിച്ചുകൊണ്ട് കുട്ടികൾ കളിക്കുന്ന ഇടത്തേക്കാണ് എത്തിയത്. ഞാനത് എനിക്കൊന്നും അറിയില്ല. ഞാൻ അവരുടെ പോലീസുകാർ ചിലപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുള്ള മെന്നിനെടുത്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ശരിയായിരിക്കും. കാര്യം ഇതുവരെ പോലീസിന് യാതൊരു കൂലസാണ്. പോലീസ് ഏതാണെന്ന് അറിയാതെ ഈ മണിക്കൂറുകൾ അത്രയും പോലീസ് ഇരുട്ടിൽ തപ്പുവാണ് അക്ഷരാർത്ഥത്തിൽ. ഇപ്പോൾ പക്ഷേ ഇരുട്ടിൽ തപ്പാൻ തുടങ്ങുന്നു. അതിന് കാരണം അവിടെ ചെന്താമര ഉണ്ട് നാട്ടുകാർ കൊടുത്ത വിവരമാണ്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ ഇതിന്റെ പരിശോധനയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നാടൊന്നടങ്കം ഈ കൊടും കുറ്റവാളിയെ വെളിച്ചത്തെ കൊണ്ടുവരാൻ ശ്രമത്തിൽ നിൽക്കുകയാണ്. അത് പോലീസ് മാത്രമല്ല, അങ്ങനെ തെരച്ചിൽ നടത്തിയ ഒരു സംഘം കുട്ടികളാണ് ഈ ചെന്താമര ആദ്യം കണ്ടതെന്ന് പറയുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഏതോ കോഴി ഫാമിന്റെ പിന്നിൽ CCTVയിൽ ഇയാളുടെ രൂപസാദൃശ്യമുള്ള ആളെ കണ്ടുവെന്നും പോലീസുകാരൻ ഓടിച്ചു എന്നൊക്കെ ഈ പോലീസുകാർ പറയുന്നു. പക്ഷേ നാട്ടുകാർ കണ്ടതാണെന്ന് പറയുന്നു. അതിനുശേഷം പോലീസിനെ വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണെന്നും പറയുന്നു. രണ്ടുമായിക്കോട്ടെ, ചെന്താമര എവിടെ ഉണ്ടെങ്കിൽ ഇയാളെ പിടികൂടുക എന്നുള്ളതാണ് അതിൽ അതിപ്രധാനം. ഓക്കെ, എന്തായാലും കൂടുതൽ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തി. ഇതിൽ ഏറ്റവും അനിവാര്യം വെളിച്ച സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ ഈ പറയുന്ന മൊബൈൽ ഫോണിന്റെ വെളിച്ചവും ചെറിയ ടോർച്ചുകളും അല്ലാതെ വലിയ രീതിയിലുള്ള പോലീസിന്റെ പക്കൽ അതൊക്കെ ഉണ്ടാവേണ്ടതാണ്. സെർച്ച് ലൈറ്റ് പോലെയുള്ള വലിയ
ശക്തിയേറിയ വെളിച്ച സംവിധാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. കാര്യം ഇയാൾ അത്രത്തോളം കുറ്റവാളിയാണ്. ഒരു ഇലയുടെ മറവിൽ പോലും പതുങ്ങിയിരിക്കാൻ പാകത്തിൽ ഒളിച്ചിരിക്കാൻ കഴിവുള്ളവനാണ്. അത് അയാൾ തെളിയിച്ചതാണ് കഴിവ്. അതിന് കാരണം ആദ്യ കൊലപാതകത്തിൽ ഇയാൾ ഈ മലനിരകൾക്കുള്ളിൽ 2-3 ദിവസം അയാൾ ഒളിച്ചിരിക്കുകയും അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ പോലീസ് പിടിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് അന്നും ഇത്തരത്തിൽ മല കയറിയ പോലീസ് മലനിര ഒന്നാകെ അരിച്ചു പറക്കിയിട്ടും കണ്ടെത്താൻ കഴിയാത്തവണ്ണം ഒളിച്ചിരിക്കാൻ കഴിവുള്ള ഒരു കൊടും കുറ്റവാളിയാണ്. ഇക്കുറി കൃത്യമായി മലയുടെ ആ ഭാഗത്തേക്ക് പോവാതെ മലയുടെ മറുഭാഗത്തേക്ക് പോയി എന്നാണ് നേരത്തെ സൂരജ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ ചെറിയ ടോർച്ച് വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. വലിയ വെളിച്ച സംവിധാനങ്ങൾ എത്തിയില്ലെങ്കിൽ രാത്രിയുള്ള തെരച്ചിൽ ദുഷ്കരമാണ്.